ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് ദോശമാവിരുന്നു. അപ്പോൾ വിചാരിച്ച് ഇന്നത്തെ കാപ്പി ദോശയാക്കാമെന്ന്. അപ്പോൾ ആ ദോശ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച് ആ ഒരു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫ്രിഡ്ജിലിരുന്നതല്ലേ, അപ്പോൾ കുറച്ച് കട്ടയായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ഇതാ ആദ്യം തന്നെ ദോശ ചുട്ടു. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ ചുടാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. കുഞ്ഞിനും ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. കുഞ്ഞടുത്ത് ഇങ്ങനെ വന്ന് കളിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ അടുക്കളയിലുള്ള സമയത്തൊക്കെ അവിടെ അടുക്കളയും ടി വിയും കാർട്ടൂണൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും. വീണ്ടും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ ദോശ ഫുള്ളങ്ങ് ചുട്ടെടുക്കണ്ടായാലും മാവ് തീരാറായി. അപ്പോൾ ഇന്നത്തേക്കും കൂടെ ഉണ്ടാവുള്ളൂ ദോശ. അപ്പോൾ അവളൊന്നിങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു പഴം എടുത്തും കൈ കൊടുത്തു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് തിരിച്ചു തന്നു. അപ്പോൾ പിന്നെ അവളതാ കരച്ചില്ലേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കയ്യിലെടുത്ത് ദോശ ചുടുവാണ്. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ദോശയൊന്ന് ചുട്ടെടുക്കാം. ലാസ്റ്റ് വന്ന് ആ ഒരു കുറച്ച് മാവും കൂടി എടുത്ത് ദോശ ഉണ്ടാക്കി ആ പാത്രം കഴുകാനിട്ടു. കുറച്ച് നെയ്യും അങ്ങ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കലാണ്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ തേങ്ങ ചിരകാനായിട്ട് ഭയങ്കര മടി. അപ്പോൾ അതാ ഇതുപോലൊരു തേങ്ങ എടുത്ത് കത്തി കൊണ്ട് ഇങ്ങനെ ഇളക്കി വയ്ക്കാം. എന്നിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ തേങ്ങ ചിരകണ്ട. ഈ തേങ്ങ ചിരകൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. എനിക്ക് കുറച്ച് മടിയുള്ള ജോലിയാണ്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോഴൊക്കെ തേങ്ങ ചിരകും. അപ്പോൾ കുറച്ച് തേങ്ങ മതിയല്ലോ, പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. എപ്പോഴും ഇങ്ങനെയല്ല, കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ കുറേ ഇളക്കി എടുത്തു. കുറച്ച് മതിയാവും, ചമ്മന്തിക്കില്ല, അപ്പോൾ കുറച്ച് മതിയാവും. പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് കൊണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നേരത്തെ അരച്ച് വെച്ചാൽ ആ ചമ്മന്തിയും കൂടെ വന്നിട്ട് ഒരു ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഇട്ടത് ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറിയ പീസാക്കി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ചമ്മന്തിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അങ്ങ് തീ അങ്ങ് കുറയ്ക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അത് ഇളക്കാൻ വേണ്ടി ഒരുപാട് നേരം ഇങ്ങനെ ഈ ചമ്മന്തി ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് വെക്കാം. പിന്നെ ഇതാ ഒരു ചായ ഉണ്ടാക്കുക. ചായയല്ല, പാലാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞിന്. ഞാനങ്ങനെ രാവിലെ ചായയൊന്നും കുടിക്കാറില്ല, കട്ടനാണ് കുടിക്കാറ്.